ഹായ്, വെൽക്കം ടു കീ ടു സക്സസ്. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സയൻസ് വിഷയത്തിലെ 3ാം അധ്യായമായ ആസിഡുകളും ആൽക്കലികളും എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ചെമ്പരത്തി പേപ്പർ എന്താണെന്ന് നോക്കാം. ചെമ്പരത്തി പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ചെമ്പരത്തി എടുക്കുക, എന്നിട്ട് ആ ചെമ്പരത്തി ഒരു വൈറ്റ് പേപ്പറിൽ രണ്ട് വശത്തും ഒട്ടിച്ചു വയ്ക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ ചെമ്പരത്തി എടുത്തു മാറ്റുക. അപ്പം ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചെമ്പരത്തി പേപ്പർ എന്ന് പറയുക. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് ലിറ്റ്മസ് പേപ്പർ. ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പേപ്പർ പോലെ തന്നെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന പേപ്പറാണ് ലിറ്റ്മസ് പേപ്പർ. ഇത് നീല ചുവപ്പ് വർണ്ണത്തിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഈ ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറും എന്തിനാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്? ആസിഡുകളെയും ആൽക്കലികളെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറും ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന നാരങ്ങനീര്, മോര്, പുളി, വിനാഗിരി ഇവയിലൊക്കെ എന്തുണ്ട്? ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ആസിഡുകൾ എന്ന് പറഞ്ഞാൽ ലിറ്റ്മസ് പേപ്പറിൽ ഇതിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആസിഡിൻ്റെ നിറം ലിറ്റ്മസ് പേപ്പറിൽ എന്തായിരിക്കും? ചുവപ്പ് ആയിരിക്കും. പിന്നെ ആസിഡുകൾ പുളിരുചി ഉള്ളവയായിരിക്കും. എന്തായിരിക്കും? ആസിഡുകൾ പുളിരുചി ഉള്ളവയായിരിക്കും. ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഉപദ്രവകാരികളല്ല, എന്നാൽ ശക്തി കൂടിയ വേറെ ആസിഡുകളും ഉണ്ട്. ഇവയ്ക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ ശക്തി കൂടിയവയാണ്. അവ നമ്മൾ സാധാരണ ലബോറട്ടറികളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഭക്ഷ്യവസ്തുക്കളില്ലേ, അതിൽ കണ്ടുവരുന്ന ആസിഡുകൾ ഏതെല്ലാമാണെന്ന് ഒന്ന് നോക്കാം. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്തിലടങ്ങിയിരിക്കുന്നത്? വിനാഗിരിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അടുത്തതാണ് പുളി. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. നാരങ്ങയിലെ സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് മാലിക് ആസിഡ്. ആസിഡ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആസിഡ് മണത്ത് നോക്കരുത്, രുചിച്ച് നോക്കരുത്, സ്പർശിക്കരുത്. പിന്നെ ആസിഡ് ശരീരത്തിൽ വീഴാൻ പാടില്ല. പിന്നെ കുറച്ച് ജലം എടുത്ത്, ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുത്ത് അതിലേക്ക് വേണം ആസിഡ് കുറച്ചൊഴിച്ച് നേർപ്പിക്കാൻ. അങ്ങനെ വേണം ആസിഡ് നേർപ്പിക്കാൻ. അതുപോലെ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് വേണം ലബോറട്ടറികളിൽ ആസിഡ് എടുക്കാൻ. ഈ ടെസ്റ്റ് ട്യൂബ് ഒരു ഹോൾഡർ ഉപയോഗിച്ച് വേണം നമ്മൾ പിടിക്കാൻ. അങ്ങനെ ആസിഡ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഹൈഡ്രജൻ എന്താണെന്ന് നോക്കാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. ഇനി ഹൈഡ്രജൻ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്? കത്താൻ വേണ്ടിയിട്ട്. കത്തുന്ന ഒരു വാതകമാണ് എന്ത്? ഹൈഡ്രജൻ. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇത് സാധാരണ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ പൊങ്ങി വരികയും പെട്ടെന്ന് അത് കത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെ കാര്യം. ഇനി മുട്ടത്തോട്, ചോക്ക്, മാർബിള് എന്നിവയിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിലൊക്കെ എന്തടങ്ങിയിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇനി ഈ കാർബണേറ്റുകൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ വാതകം തീ കെടുത്താനാണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്.
വിനാഗിരിയിൽ എന്തടങ്ങിയിരിക്കുന്നു? അസറ്റിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അപ്പക്കാരത്തിലാണെങ്കിലോ സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? സോഡിയം ബൈകാർബണേറ്റ്. ഈ വിനാഗിരിയും അപ്പക്കാരം കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇത് രണ്ടും കാർബണേറ്റും ആസിഡും കൂടി ചേർന്നാൽ എന്തുണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രവർത്തനമാണ് നമ്മൾ സാധാരണ അഗ്നിശമനികളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബീക്കറിൽ കോഴിമുട്ടയും വിനാഗിരിയും എടുത്താൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒരു ബീക്കറിനുള്ളിൽ കോഴിമുട്ട വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. കോഴിമുട്ട മുകളിലേക്ക് വന്ന ശേഷം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മുട്ടത്തോടിലെ കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. മുട്ടയുടെ ഉപരിതലത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കോഴിമുട്ട ഉയരുന്നത്. മുകളിലേക്ക് എത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മുട്ടയുടെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനാൽ കോഴിമുട്ട താഴുന്നു. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? ഉറുമ്പിൻ്റെ ശരീരത്തിൽ എന്ത് ആസിഡാണ് ഉള്ളത്? ഫോർമിക് ആസിഡ്. ഈ ഫോർമിക് ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് എന്ത് വേദന ഉണ്ടാകാനുള്ള കാരണം. ആൽക്കലി എന്താണെന്ന് നോക്കാം. ആൽക്കലി എന്ന് പറഞ്ഞാൽ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നതിനെയാണ് എന്തെന്ന് പറയാം? ആൽക്കലി എന്ന് പറയുക. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നതാണ് എന്ത്? ആൽക്കലി. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുക. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലോ? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ തന്നെയാണ് എന്തെന്ന് പറയാം? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് PSC എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. നിറം മാറ്റങ്ങളിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നവനെയാണ് എന്ത് പറയാ? സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിറമാറ്റങ്ങളിലൂടെ ആസിഡിനെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നവ. സാധാരണയായി ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, പിന്നെ ബീട്രൂട്ട്. ഇതൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന സൂചകങ്ങൾ. പിന്നെ നമ്മൾ ലബോറട്ടറികളിലാണെങ്കിൽ ലിറ്റ്മസ് പേപ്പറാണ് സാധാരണയായി സൂചകമായിട്ട് ഉപയോഗിക്കുന്നത്. ആസിഡിനെയും ആൽക്കലിയെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു സൂചകമാണ് എന്ത്? ഫിനോഫ്തലിൻ. ഏതാണ്? ഫിനോഫ്തലിൻ. ഇത് ആസിഡിനെയും ആൽക്കലിയെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു സൂചകമാണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആസിഡിലും ആൽക്കലികളിലും എന്ത് നിറമാണ് നൽകുന്നതെന്ന് നോക്കാം. നമ്മൾ നീല ലിറ്റ്മസ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആൽക്കലിയിലാണെങ്കിലോ അതിൻ്റെ നിറം നീലയായിരിക്കും. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ അതിൻ്റെ നിറം ചുവപ്പും ആൽക്കലിയിൽ അതിൻ്റെ നിറം നീലയുമായിരിക്കും. ഇനി മുളക് പൊടിയിലാണെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം ഇളം ചുവപ്പായിരിക്കും. ആൽക്കലിയിലാണെങ്കിൽ അതിൻ്റെ നിറം ഇളം ചുവപ്പ്. രണ്ടിലും ഒരേ നിറമായിരിക്കും. മുളക് പൊടിയാണെങ്കിൽ ആസിഡിലും ആൽക്കലിയിലും ഇളം ചുവപ്പായിരിക്കും നിറം. ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആൽക്കലിയിൽ അതിൻ്റെ നിറം നീലയായിരിക്കും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ അതിൻ്റെ നിറം ചുവപ്പായിരിക്കും. ആൽക്കലിയിൽ അതിൻ്റെ നിറം നീലയായിരിക്കും. അതുപോലെ തന്നെയാണ് ചെമ്പരത്തി പേപ്പർ. ചെമ്പരത്തി പേപ്പർ ആണ് ആസിഡിൽ അതിൻ്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും. ആൽക്കലിയിൽ അതിൻ്റെ നിറം നീലയായിരിക്കും. ഇനി അടുത്തതാണ് ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ ആണെങ്കിൽ ആസിഡിലാണെങ്കിൽ അതിന് നിറമുണ്ടാവില്ല. ആൽക്കലിയിലാണെങ്കിൽ അതിന് പിങ്ക് നിറമായിരിക്കും ഉണ്ടാവുക. വെള്ള പേപ്പർ ആണെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം വെള്ള തന്നെയായിരിക്കും. ആൽക്കലിയിലും അതിൻ്റെ നിറം എന്തായിരിക്കും? വെള്ള തന്നെയായിരിക്കും. ഇനി കരിപ്പൊടി ആണെങ്കിൽ ആസിഡിലും ആൽക്കലിയിലും അതിൻ്റെ നിറം തന്നെയായിരിക്കും? കറുപ്പ് തന്നെയായിരിക്കും. അടുത്തതാണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിൽ അതിൻ്റെ നിറം ഇളം പിങ്ക്, ആൽക്കലിയിലോ ഇളം മഞ്ഞ. ഇനി അടുത്തതാണ് തുള്ളിനീലം, ലിക്വിഡ് ബ്ലൂ. തുള്ളിനീലം ആസിഡിലാണെങ്കിൽ അതിൻ്റെ നിറം നീലയായിരിക്കും. ആൽക്കലിയിലും നീല തന്നെയായിരിക്കും. അപ്പോൾ ആസിഡിലും ആൽക്കലിയിലും തുള്ളിനീലത്തിൻ്റെ കളർ എന്തായിരിക്കും? നീലയായിരിക്കും.
ഇനി മഞ്ഞളാണെങ്കിൽ ആസിഡിൽ മഞ്ഞളായിരിക്കും, ആൽക്കലിയിലാണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും. ഇനി നമുക്ക് നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ എന്താണെന്ന് നോക്കാം. ആസിഡും ആൽക്കലിയും കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ട് അത് ജലവും ലവണങ്ങളുമായിട്ട് മാറുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയാം? നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ എന്ന് പറയും. എന്താണ്? ആസിഡും ആൽക്കലിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി മാറും? ലവണവും ജലവുമായി മാറുന്ന ഈ പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുക? നിർവീരീകരണം അഥവാ ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. ഇനി നമ്മൾ പറയാൻ പോണത് pH മൂല്യത്തെക്കുറിച്ചാണ്. pH മൂല്യം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? pH പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ആസിഡാണോ ആൽക്കലി ആണോ എന്നറിയുന്നത്. pH മൂല്യം 7 കൂടുതലാണെങ്കിൽ, അതായത് 7ൻ്റെ മുകളിലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ആൽക്കലി എന്ന് പറയും. 7ന് താഴെയാണെങ്കിലോ pH വാല്യൂ എന്ന് പറയുന്നത് 7ന് താഴെയാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഇനി 7 എന്ന് പറഞ്ഞാലോ, pH മൂല്യം 7 എന്ന് പറഞ്ഞാൽ അത് ആസിഡും അല്ല ആൽക്കലിയും അല്ല, അത് നിർവീര്യ വസ്തു ആയിരിക്കും. pH മൂല്യം 7 എന്ന് പറഞ്ഞാൽ നിർവീര്യ വസ്തു ആയിരിക്കും. ഇനി ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലം അപ്പോൾ എന്താണ്? ഒരു നിർവീര്യ വസ്തുവാണ്, അപ്പോൾ ശുദ്ധജലം. ഇനി നമുക്ക് ആസിഡിറ്റി എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുകയോ തെറ്റായ ആഹാരശീലങ്ങൾ പിന്തുടരുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് എന്തെയും കൂടുവാനായിട്ട് കാരണമാകും. ഇതൊക്കെ ഇങ്ങനെ ആമാശയത്തിൽ ആസിഡിൻ്റെ അളവ് കൂടുന്ന ഈ അവസ്ഥയാണ് എന്ത് പറയുക? ആസിഡിറ്റി എന്ന് പറയുന്നത്. ഇത് പരിഹരിക്കാൻ നമുക്ക് ആൽക്കലി അടങ്ങിയ ഔഷധങ്ങളൊക്കെ സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. ഇനി അടുത്തത് കുറച്ച് ആസിഡുകളും അവയുടെ ഉപയോഗവും എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിനാഗിരി എന്തിനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലാണ് നമ്മൾ സാധാരണ വിനാഗിരി ഉപയോഗിക്കുന്നത്. അതുപോലെ സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭക്ഷണ വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് സിട്രിക് ആസിഡ് ഉപയോഗിക്കുക. ഭക്ഷണ വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ, അതുപോലെ പാനീയങ്ങളിലും ഈ സിട്രിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് നൈട്രിക് ആസിഡും പിന്നെ സൾഫ്യൂരിക് ആസിഡും. ഈ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എന്തിൻ്റെയൊക്കെയാണ്? രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനത്തിലെ ബാറ്ററികളിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. മോട്ടോർ വാഹനത്തിലെ ബാറ്ററിയിൽ അപ്പോൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. ഇനി നമുക്ക് കുറച്ച് ആൽക്കലികൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായി ആൽക്കലികൾ നമ്മൾ ഉപയോഗിക്കുന്നത് സോപ്പ് നിർമ്മാണത്തിന്, ഡിറ്റർജൻറ്റ് നിർമ്മാണത്തിന്, പിന്നെ സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മലിനജലം ശുദ്ധീകരണത്തിന്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? ആൽക്കലികൾ. സോപ്പ് നിർമ്മാണത്തിന്, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന്, പിന്നെ വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മലിനജല ശുദ്ധീകരണങ്ങൾക്ക്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക? ആൽക്കലികൾ സാധാരണയായി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. താങ്ക്